നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിലൊന്നായ ഗൾഫ് ഓഫ് ഒമാനിൽ വീണ്ടും സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരിന് കടൽപാത വീണ്ടും വേദിയായിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് ഓഫ് ഒമാനിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു ഇറാനിയൻ എണ്ണ ടാങ്കറിലേക്ക് അമേരിക്കൻ നാവികസേനയുടെ പ്രത്യേക സംഘം അഥവാ US മറീനുകൾ ഇരച്ചു കയറി പരിശോധന നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. പെട്ടെന്നുള്ള ഈ സൈനിക നീക്കം മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കപ്പലിലെ ജീവനക്കാരെ തടഞ്ഞു നിർത്തിയ സൈന്യം കപ്പലിലെ രേഖകളും കാർഗോയും സൂക്ഷ്മമായി പരിശോധിച്ചു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അടിയന്തര പരിശോധന അമേരിക്കൻ സേന നടത്തിയത്? ഇതിന് പിന്നിലെ കാരണം ഉപരോധ ലംഘനമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി എണ്ണ കടത്തുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടാങ്കറിനെ അമേരിക്കൻ സേന ലക്ഷ്യമിട്ടത്. സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിൽ അമേരിക്കൻ നിരീക്ഷണം വളരെ ശക്തമാണ്. എങ്കിലും ഒരു ഇറാനിയൻ കപ്പലിൽ നേരിട്ട് കയറിയുള്ള ഈ പരിശോധന അത്യന്തം ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. എന്നാൽ മണിക്കൂറുകൾ നീണ്ട സംഘർഷാവസ്ഥയ്ക്കും പരിശോധനയ്ക്കും ഒടുവിൽ അമേരിക്കൻ സൈന്യം കപ്പലിൽ നിന്ന് പിന്മാറി. കപ്പലോ അതിലെ ജീവനക്കാരെയോ കസ്റ്റഡിയിലെടുക്കാൻ അവർ തയ്യാറായില്ല. പകരം കപ്പലിന്റെ യാത്രാവഴി മാറ്റാൻ, അതായത് നിലവിലെ കോഴ്സിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ കർശനമായ നിർദ്ദേശം നൽകിയ ശേഷമാണ് US മറീനുകൾ മടങ്ങിയത്. കപ്പലിൽ ഉപരോധം ലംഘിക്കുന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണോ ഈ പിന്മാറ്റം, അതോ ഇറാനോടുള്ള കൃത്യമായ ഒരു താക്കീത് മാത്രമായിരുന്നോ ഈ നീക്കം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവം അമേരിക്ക ഇറാൻ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആഗോള ഊർജ വിതരണത്തിന്റെ സിരകളിലൊന്നായ ഈ സമുദ്രപാതയിലെ ചെറിയൊരു സൈനിക ഇടപെടൽ പോലും ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണവിലയെയും വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തോട് ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ നിർണായകമാകും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.